അമ്പലപ്പുഴയിൽ സഞ്ചയന കർമ്മത്തിന്റെ ഭാഗമായി കടലിലിറങ്ങിയ 16-കാരൻ തിരയിൽപ്പെട്ടു. രാജേഷ് റാണി ദമ്പതികളുടെ മകൻ സൂര്യനെയാണ് കടലിൽ കാണാതായത്. പുറക്കാട് കരൂരിലായിരുന്നു അപകടം. കുട്ടിക്കായി തെരച്ചിൽ തുടരുന്നു. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രനാണ് ചേരുന്നത്. അമൽ, എപ്പോഴായിരുന്നു സംഭവം? നിലവിലും കുട്ടിക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണോ അവിടെ? ലിനിഷ, ഏതായാലും ഇപ്പോൾ തിരച്ചിൽ ഒന്ന് അവസാനിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും നാളെ രാവിലെ തുടങ്ങാമെന്നാണ് കരുതുന്നത്. ഏതായാലും ഈ അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള പുറക്കാട് വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇന്ന് വൈകിട്ട് 5:30 സംഭവിക്കുന്നത്. ഇത്തരത്തിൽ പുറക്കാട് കടൽത്തീരത്ത് നേരത്തെയും സമാനമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളും കുളിക്കാൻ ഇറങ്ങുന്ന ആളുകളെ കാണാതാകുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ ഇതിനു മുൻപും വാർത്തയെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പുറക്കാട് പഞ്ചായത്ത് 19-ാം വാർഡ് നടുവിൽ മഠത്തിൽ രാജേഷ് റാണി ദമ്പതികളുടെ മകനാണ് കാണാതായിരിക്കുന്നത്. 16 വയസ്സുകാരനായ സൂര്യന് വേണ്ടിയിട്ട് ഇന്ന് വൈകിട്ടോടുകൂടി ആളുകൾ വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെയും അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മുത്തച്ഛന്റെ സഞ്ചയന കർമ്മത്തിന്റെ ഭാഗമായിട്ട് ചടങ്ങുകളിൽ പങ്കെടുത്തതിന് ശേഷം തൊട്ടടുത്തുള്ള ഒരു സുഹൃത്തുമായി കടലിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. അതിനിടയിലാണ് തിരയിൽപ്പെട്ടത്. കൂടെ ഉണ്ടായിരുന്ന 2 പേർ ഈ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു. അതിൽ ഒരാൾക്കൊപ്പമാണ് സൂര്യനും മുങ്ങിത്താഴുന്നത് കണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന മത്സ്യബന്ധന തൊഴിലാളികൾ ഇവർ 2 പേരെയും രക്ഷിക്കാൻ നോക്കിയെങ്കിലും ഒരാളെ മാത്രമേ ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ. സൂര്യനെ പിടിച്ചപ്പോൾ അയാളുടെ മാലയിൽ ഈ മത്സ്യബന്ധന തൊഴിലാളികളുടെ പിടിയെത്തുകയും പിന്നെ ആ മാല പൊട്ടിയപ്പോൾ കുട്ടി തിരയിൽ മറയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കുവാൻ വേണ്ടിയും പോലീസും അതോടൊപ്പം തന്നെ തോട്ടപ്പള്ളി കോസ്റ്റൽ പോലീസും അഗ്നിരക്ഷാസേനയും ഇവിടെ എത്തി തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ഇതുവരെയും കണ്ടെത്താൻ സാധിക്കില്ല. ഈ കുട്ടിക്ക് ആപത്തൊന്നും കൂടാതെ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും വീട്ടുകാരും ഉള്ളത്. ഇൻഷാ